നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഒരിക്കൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ സംസ്ഥാനമായിരുന്ന ബംഗാൾ ഇന്ന് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പ്രതീകമായി മാറിയത്? ഒരു കാലത്ത് ബംഗാൾ ഇന്ത്യയുടെ ബൗദ്ധിക തലസ്ഥാനമായിരുന്നു. കല, സാഹിത്യം, വിപ്ലവ ചിന്തകൾ, ഇന്ത്യയെ ഷേപ്പ് ചെയ്ത നിരവധി മഹത്തായ വ്യക്തികൾ ബംഗാളിൽ നിന്നാണ് വന്നത്. സ്വാമി വിവേകാനന്ദ, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ. പക്ഷേ ഒരു വലിയ ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ന് ബംഗാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വയലൻസ്, പൊളിറ്റിക്കൽ ക്ലാഷസ്, കറപ്ഷൻ, റിലീജിയസ് പോളറൈസേഷൻ ഇവ കൂടുതൽ കേൾക്കുന്നത്? എവിടെയാണ് ബംഗാളിന് പിഴച്ചത്? ഒരു കാലത്ത് കോൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ, ട്രേഡ് ഹബ്, ഇൻഡസ്ട്രിയൽ സെന്റർ. പക്ഷേ പതിയെ ബംഗാളിന്റെ എക്കണോമിക് പവർ കുറഞ്ഞു വന്നു. അതിനുശേഷം ദീർഘകാലം ലെഫ്റ്റ് റൂൾ ആരംഭിച്ചു. CPM ഡെക്കേഡ്സ് വരെ ബംഗാൾ ഭരിച്ചു. ചിലർ പറയുന്നത് അവർ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു, പാവപ്പെട്ടവർക്കായി പ്രവർത്തിച്ചു. പക്ഷേ മറ്റു ചിലർ ആരോപിക്കുന്നത് കേഡർ പൊളിറ്റിക്സ്, ലേബർ എക്സ്ട്രീമിസം, ഇൻഡസ്ട്രിയൽ ഡിക്ലൈൻ ഇവ ബംഗാളിനെ പിന്നോട്ട് കൊണ്ടുപോയി എന്നാണ്. പല ഇൻഡസ്ട്രീസും ബംഗാൾ വിട്ടുപോയി. ബിസിനസ് കമ്മ്യൂണിറ്റീസ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറി. ഒരു കാലത്തെ ഇൻഡസ്ട്രിയൽ ബംഗാൾ സ്ലോ എക്കോണമിയായി മാറി. ഇനി മറ്റൊരു അൺകംഫർട്ടബിൾ പോയിന്റ്. ബംഗാൾ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സെയിന്റ് ബാരി ഇൻസിഡന്റ് പോലുള്ള സംഭവങ്ങളും പലരും ഓർക്കുന്നു. പൊളിറ്റിക്കൽ ഐഡിയോളജി മനുഷ്യന്റെ ജീവിതത്തെക്കാൾ വലുതാകുമ്പോൾ വയലൻസ് എത്ര ഡേഞ്ചറസ് ആകാമെന്ന് കാണിച്ച സംഭവങ്ങളിലൊന്നായി അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഇതാണ് ബംഗാൾ പൊളിറ്റിക്സിനെ പലർക്കും ഇമോഷണലി ഡിസ്റ്റർബിംഗ് ആക്കുന്നത്. ഇനി മറ്റൊരു ഐറണി. കമ്മ്യൂണിസം, ഇക്വാലിറ്റി സംസാരിച്ച ബംഗാളിൽ പൊളിറ്റിക്കൽ വയലൻസ് കൾച്ചർ ശക്തമായി. ഇതാണ് പല ക്രിട്ടിക്സും പറയുന്നത്. പിന്നീട് TMC റൈസ് ചെയ്തു. മമതാ ബാനർജി ബംഗാൾ പൊളിറ്റിക്സിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. ലെഫ്റ്റ് ഡിക്ലൈൻ അതോടെ ആരംഭിച്ചു. പക്ഷേ ഒരു വലിയ ചോദ്യം, ബംഗാൾ ശരിക്കും മാറിയോ, അല്ലെങ്കിൽ പാർട്ടി മാത്രം മാറിയോ? ഇന്ന് ബംഗാൾ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കറപ്ഷൻ അലിഗേഷൻസ്, പൊളിറ്റിക്കൽ ക്ലാഷസ്, അപ്പീസ്മെന്റ് ഡിബേറ്റ്സ്, സന്ദേശകാലി കോൺട്രവേഴ്സി ഇവ വീണ്ടും വാർത്തകളിൽ വരുന്നു. പ്രത്യേകിച്ച് BJP റൈസ് ചെയ്തതോടെ ബംഗാൾ നാഷണൽ പൊളിറ്റിക്കൽ ബാറ്റിൽ ഫീൽഡായി മാറി. ഇനി മറ്റൊരു വലിയ ഷിഫ്റ്റ്. ഒരിക്കൽ ബംഗാളിൽ വീക്കായിരുന്ന BJP ഇന്ന് വലിയ പൊളിറ്റിക്കൽ ഫോഴ്സായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? ചിലർ പറയുന്നത് ഹിന്ദു കൺസോളിഡേഷൻ, നാഷണലിസം, TMC ആങ്കർ, യൂത്ത് ഫ്രസ്ട്രേഷൻ ഇവ BJP വളരാൻ കാരണമായി എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ബംഗാളിൽ ഫിയർ പൊളിറ്റിക്സ് വർദ്ധിക്കുകയാണെന്നാണ്. ഇവിടെ തന്നെ ഇന്ത്യയുടെ വലിയ ഐഡിയോളജിക്കൽ ബാറ്റിൽ കാണാം. നാഷണലിസം, റീജിയണൽ പൊളിറ്റിക്സ്, റിലീജിയസ് ഐഡന്റിറ്റി, ലെഫ്റ്റ് ഐഡിയോളജി എല്ലാം കൊളൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബംഗാൾ ഇന്ന് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലബോറട്ടറിയായി മാറിയത്. ഇനി മറ്റൊരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ബംഗാളിൽ പൊളിറ്റിക്കൽ വയലൻസ് ഇത്ര ഡീപ്പ് റൂട്ടഡ് ആയി മാറിയത്? ഇലക്ഷൻ സമയങ്ങളിൽ ക്ലാഷസ്, പാർട്ടി വർക്കർ തമ്മിലുള്ള അറ്റാക്കുകൾ, മർഡറുകൾ ഇവ വർഷങ്ങളായി വാർത്തകളിൽ വരുന്നു. ഇത് ഡെമോക്രസിയുടെ ഫെയിലിയർ ആണോ, അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സിന്റെ എക്സ്ട്രീം ഫോം ആണോ? ഇനി മറ്റൊരു ഐറണി. ഒരിക്കൽ വിവേകാനന്ദനെ പോലുള്ള സ്പിരിച്വൽ തിങ്കേഴ്സിനെ ലോകത്തിന് നൽകിയ ബംഗാൾ ഇന്ന് പൊളിറ്റിക്കൽ അഗ്രഷന്റെ ഹെഡ്ലൈൻസിൽ കൂടുതൽ വരുന്നു. ഇത് ബംഗാളിന്റെ ട്രാജഡിയാണോ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ പോകുന്ന ഡയറക്ഷന്റെ വാണിംഗ് ആണോ? ഇനി മറ്റൊരു ചോദ്യം കൂടി. ബംഗാൾ ഇന്ന് ഐഡിയോളജി കൊണ്ടാണോ ഡിവൈഡ് ആകുന്നത്, അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സ് കൊണ്ടാണോ? കാരണം പാർട്ടി മാറുന്നു, ലീഡേഴ്സ് മാറുന്നു, പക്ഷേ വയലൻസ് കൾച്ചർ മാറുന്നില്ലെന്ന് പല ക്രിട്ടിക്സും പറയുന്നു. ബംഗാൾ വെറുമൊരു സംസ്ഥാനമാണോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിന്റെ വാർണിംഗ് സൈനാണോ? CPMഉം TMCയും ബംഗാളിനെ വീക്കൻ ചെയ്തോ, അല്ലെങ്കിൽ ബംഗാൾ സിംപ്ലി ഒരു പൊളിറ്റിക്കൽ ട്രാൻസിഷനിലൂടെയാണോ പോകുന്നത്? BJP ബംഗാളിനെ മാറ്റുമോ, അല്ലെങ്കിൽ സെയിം സൈക്കിൾ വീണ്ടും തുടരുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.